അങ്ങനെ നമ്മൾ മെല്ലെ വയനാട് ചുരം ഇറങ്ങി. നല്ലൊരു വെതറായിരുന്നു ഗൈസ്, അധികം വെയിലും ഇല്ല മഴയും ഇല്ല. അങ്ങനെ പാലക്കാട് എത്തിയപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു കടയിൽ കയറി, അറേബ്യൻ മജ്ലിസ് എന്നാണ് തോന്നുന്നു കടേൻ്റെ പേര്. അവിടുന്ന് മന്തി ഓർഡർ ചെയ്ത് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും വീണ്ടും മഴയൊന്ന് ചാറി. അങ്ങനെ വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പം മലമ്പുഴ വന്നതാണ്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. മഴയാണ് ഇവിടെ ഫുൾ, അതുകൊണ്ട് ഫുള്ളൊരു മൂടി ക്ലൈമറ്റാണ്, ഐ മീൻ വെതറാണ്. അപ്പോഴാണ് അതേ ഉപ്പിലിട്ടത് കണ്ടത്. പിന്നെ ഇത് കണ്ട നിർത്താതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ നിർത്തി നമ്മൾ പൈനാപ്പിളും മാംഗോ എല്ലാം വാങ്ങിച്ചു. നമ്മളിങ്ങനെ മലമ്പുഴ ഡാം കാണാൻ വേണ്ടി മുകളിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളവിടെ കേബിൾ ലൈൻ കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് കയറണം എന്നൊരു ആഗ്രഹം. നമ്മളത് കയറാൻ വേണ്ടി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയി. അപ്പം ഇവിടുത്തെ ആൾക്കാർ പറയായിരുന്നു, അവിടെ ഒരു കണ്ടോ കാലിൻ്റെ പാടുണ്ട്, അവിടെ നമ്മൾ നിൽക്കണം, ബാക്കിൽ നിന്ന് ചെയർ വന്ന് നിൽക്കും, അപ്പോഴത്തേക്കും നമ്മൾ ചാടിയിരിക്കണം. അതായത് അവിടെ ഒരു സ്റ്റോപ്പില്ല, ചാടി ഇരിക്കുന്നു പോകുന്നു പിന്നെ ചാടി ഇറങ്ങുന്നു. ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിക്കൊണ്ടേയിരിക്കും, അല്ലാണ്ട് അവിടെ സ്റ്റോപ്പോ അങ്ങനെയൊരു സംഭവമില്ല. അങ്ങനെ ചാടി ഞങ്ങളതിൽ കയറി, അവർ ഈ ഗ്ലാസ് ഇട്ടു. എന്നിട്ട് പിന്നെ അതിങ്ങനെ മെല്ലെ സ്ലോലി മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഞാൻ കുറച്ച് സ്നിപ്സൊക്കെ എടുത്തിട്ടുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു, കാരണം ഇത്രയും ഹൈറ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് കേബിൾ ലൈനിൽ കയറുന്നത്. ഒരു അടിപൊളി വൈബായിരുന്നു. നമുക്കെല്ലാം ഇത്രയും ഹൈറ്റിൽ നിന്ന് കാണാം താഴെയുള്ള സംഭവങ്ങൾ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നില്ലേ, അതാട്ടോ മലമ്പുഴ ഡാം. ഈ കേബിൾ ലൈനൊക്കെ പോകുന്നതാണ് എന്ത് ഭംഗിയല്ലേ, ഫുൾ കാടും പച്ചപ്പും മരങ്ങളും, പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഗൈസ് നമ്മളിപ്പോൾ കേബിൾ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കേബിൾ ലൈനാണോ അതിനെ പറയാ? സീ ഗൈസ്, ഗ്ലാസിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്, അതുകൊണ്ടൊന്നും കാണിക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ ക്ലോസപ്പ് വ്യൂ. പിന്നെ നമ്മളിങ്ങനെ പോയി, ആക്ച്വലി ഇത് എടുക്കുന്നത് ഭയങ്കര വേർത്താണ് ഗൈസ്. 70 റുപ്പീസേ ഉള്ളൂ ടിക്കറ്റിന്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് നമ്മളിതിലിങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ലൊക്കേഷൻ പോയപ്പോഴാണ് ഗൈസ് ഈ വ്യൂ കണ്ടത്. അടിപൊളിയാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് ഈ ഒരു കുഞ്ഞ് ലൊക്കേഷൻ ഉണ്ട്, ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ യാത്ര തുടർന്നു. അന്താക്ഷരിയൊക്കെ കളിച്ച് മെല്ലെ ഇങ്ങനെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ കോയമ്പത്തൂരെത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തൊട്ട് കാണാൻ ട്രൈ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ അത് കിട്ടിയപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ഗൈസ്. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ തമിഴ്നാടിൻ്റെ ഫേമസ് ഫിൽറ്റർ കോഫി ട്രൈ ചെയ്യാതിരുന്നാൽ മോശമല്ലേ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തു. എന്നിട്ട് അത് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മറ്റേ ധനുഷിൻ്റെ സിനിമയിലെ വൈദിസ്ക് വല്ല പറയുക, ആ പാട്ടൊക്കെ ഇട്ട് വൻ വൈബിങ് ആയിരുന്നു ഗൈസ്. ഫസ്റ്റ് ഡേ അടിപൊളിയായിരുന്നു. ഇപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോയി ഫ്രഷായി. ഇനി നെക്സ്റ്റ് ഡേത്തെ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഐ വിൽ അപ്ലോഡ് ദ സെക്കൻഡ് പാർട്ട് ഓൾസോ. ബൈ.